ഓം ശാന്തി. നല്ല ആശയവിനിമയം നമുക്ക് ഒരു കൂട്ടം ആളുകളോട് നന്നായി സംസാരിക്കാൻ സാധിക്കുക. പേടി കൂടാതെ മുട്ടുകൂട്ടിയിടിക്കാതെ സ്റ്റേജിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുക. ഒരു കാര്യം ഞാൻ പറയുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അവർക്കതിനെ ആ കാര്യത്തിന് അതേ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. ഇതൊക്കെ നല്ലൊരു ആശയവിനിമയത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പലരും ആഗ്രഹിച്ചു പോവാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരുപാട് ആളുകളുമായിട്ട് ഒരടുത്ത ബന്ധം വരാൻ പറ്റിയ സമയത്ത് ഒരുപാട് ആളുകളുടെ ആഗ്രഹമാണ് എനിക്ക് ഇത്തരത്തിൽ ഒരു പേടിയുമില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാവണമെന്ന്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, അതാണ് എനിക്കൊരാളോട് സംസാരിക്കാൻ പോകുന്ന സമയത്തുള്ള ഒന്നാമത്തെ ശക്തിയുടെ ആധാരം. അതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ നമ്മുടെ ലൈഫിൽ എത്ര പ്രാക്ടിക്കൽ നമ്മളതിന് അപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ജ്ഞാനത്തിൽ ആ കാര്യത്തിൽ എനിക്ക് എത്ര അറിവുണ്ട്, അത് പറയുമ്പോൾ എല്ലാ കാര്യവും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് കേട്ട് അനുഭവികളിൽ നിന്ന് പങ്കുവയ്ക്കപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ആറ്റം എന്ന് പറയുന്നത് അതിസൂക്ഷ്മ കണമെന്ന് പറയുമ്പോൾ ഞാനത് കാണട്ടെ എന്നിട്ട് വിശ്വസിക്കാമെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായിരിക്കുന്ന ഘടകങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ മൂന്നാമത്തെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലാക്കിക്കൊണ്ട് അത് അനുഭവത്തിൻ്റെ സമ്പത്താക്കി മാറ്റേണ്ടതുണ്ട്. അനുഭവത്തിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. നമ്മുടെ അനുഭവത്തിൻ്റെ ആധാരത്തിലൊരു കാര്യമാണ് നമ്മൾ പങ്കുവെക്കുന്നതെങ്കിൽ കേൾക്കുന്നവർക്കും അത് അവരുടെ ഹൃദയത്തിൽ പോയി ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നും. അതേസമയം പഠിച്ച കാര്യമാണെങ്കിൽ അത് ഹെഡ് ടു ഹെഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഹൃദയം സ്വീകരിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ പങ്കുവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അതും പല ആളുകളും അവരുടെ അനുഭവം പറയുമ്പോഴും നമുക്ക് അവർ പറയുന്ന കാര്യം ഫീൽ ചെയ്യും, യെസ് അത് സത്യമാവാം. പക്ഷെ എന്തുകൊണ്ട് നമുക്കതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? ഞാൻ നല്ല നല്ല സ്പീക്കേഴ്സായിട്ടുള്ള കുറേ ആളുകളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ട ഒരു നല്ല പോയിൻ്റ്, ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി 2-3 ശബ്ദങ്ങൾ, ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിൽ ഒരു നല്ലൊരു വ്യക്തിയെക്കുറിച്ച് പറയുമോ, നല്ല ധൈര്യശാലിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കൂ. ജീവിതത്തിൽ എന്തു തന്നെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും ആ പ്രശ്നങ്ങളിൽ നമ്മൾ അടിപതറാതെ ആ കാര്യം എന്തെന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അവനാണ് ധൈര്യശാലി. ഒരു കാര്യം ഒരു റെസ്പോൺസ് കൊടുക്കേണ്ടി വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ സാഹചര്യത്തിൽ ഏതളവിൽ ഏത് സമയത്ത് എങ്ങനെ പ്രതികരിക്കണോ അതുപോലെ പ്രതികരിക്കാൻ കഴിയുന്നവൻ അവനാണ് ധൈര്യശാലി. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളുടെയും സംസാരത്തിൽ ഒരു നല്ല കല ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്ക് ഒരു കാര്യത്തിന് അവരുടെ മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ അതിൻ്റെ പല വിശേഷണങ്ങൾ പറയുമ്പോഴും ഒരു കോമൺ ഫ്രേസ്, അതിനൊരു റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും. ആ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന വാക്കുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യും. ആ കാര്യം അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളൊരു സദസ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലോ എവിടെയെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ അതിനൊരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത് ഒരു കാര്യം പറയുമ്പോൾ ഒരു തത്വം പറയുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ്, അത് പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ ഏതെങ്കിലും ഒരു ഉദാഹരണവുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ കാര്യം പറയുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിലുണ്ടാവുന്ന പരിവർത്തനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ആ പരിവർത്തനം ഉണ്ടാവാൻ നമ്മുടെ സങ്കല്പം എങ്ങനെ ആധാരമാകുന്നു ഒരു പോയിന്റ് പറഞ്ഞു തരികയാണ്. അത് പറയുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാകുമ്പോൾ അവയുടെ പുറത്തുള്ളതായിരിക്കുന്ന ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ആറ്റങ്ങൾ അടുത്ത് വരുമ്പോൾ അതിൻ്റെ സാമീപ്യം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജത്തിൻ്റെ ആധാരത്തിൽ ഇതിൻ്റെ പുറത്തുള്ളതായിരിക്കുന്ന ഓർബിറ്റിൽ ഇലക്ട്രോൺ ഫാസ്റ്റായി കറങ്ങുന്നു. ഒരു പരിധിയിലധികം ഫാസ്റ്റായി കറങ്ങി അത് പുറത്തേക്ക് തെറിക്കും, ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണായി. അങ്ങനെ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് വെള്ളം കിട്ടുന്നു. ഇതുപോലെ നമ്മുടെ ഉള്ളിലൊരു സങ്കല്പം നിരന്തരമായി നടക്കുമ്പോൾ അത് എത്ര തവണ കറങ്ങുന്നു അത്ര തവണ അതിൻ്റെ ഊർജ്ജം കൂടിക്കൊണ്ടിരിക്കും. ഒരു സെർട്ടൺ ലെവൽ എനർജി സ്വീകരിച്ചാൽ കർമ്മത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയായി പുറത്തു കൊണ്ടുവന്നാൽ നമ്മളൊരു പ്രഭാവം ഉണ്ടാവും.
നിരന്തരമായ തോട്ടും നിരന്തരമായ കർമ്മവും വന്നാൽ എന്ത് കാര്യത്തിലും സംസ്കാരം കൊണ്ടുവരാം. ഉദാഹരണം മനസ്സിലായോ? വെള്ളത്തിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിലുണ്ടാവുന്ന ആക്ടിവിറ്റീനെ മനസ്സിലാക്കുക. ഈ രീതിയിൽ ഏതൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അതിന് ഉതകുന്ന ഒരു ഉദാഹരണം എടുത്തുകൊണ്ട്, ഒരു കഥയാവാം, അല്ലെങ്കിൽ ഒരു മാറ്റർ ആവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ അനുഭവമാകാം, അങ്ങനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ ആ കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ അത് പതിയും. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, എല്ലാ പോയിന്റ്സും പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെയാണോ മുഖ്യമായി പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, മനസ്സിൽ പതിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനൊന്നുകൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അക്കമിട്ട പോലെ കിടക്കുകയും ചെയ്യും. അത് അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിലെ ഭയം നിറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ ഈ കാര്യമൊക്കെ പറയുമെങ്കിൽ പോലും ഒരു എനർജിയുടെ ട്രാൻസാക്ഷൻ നടക്കില്ല. അതുകൊണ്ട് ആദ്യം നമ്മളിൽ തന്നെയാണ് നമ്മൾ ജയിക്കേണ്ടത്. നമ്മുടെ ഭയത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അഫർമേഷൻ പ്രാക്ടിക്കലാക്കാൻ നോക്കുക, നമ്മുടെ പഠനം സ്ട്രോങ് ആക്കാൻ നോക്കുക, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് എനർജിയുടെ കേന്ദ്രമായിക്കൊണ്ട് എനർജി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ വളരെ വേഗം നമുക്ക് ആശയത്തിന് എഫക്റ്റീവായിട്ട് രീതിയിൽ മറ്റൊരാൾക്ക് കൊടുക്കാനാകും. അവർക്കതിനെ സ്വീകരിക്കാനും അത് ലൈഫിൽ അപ്ലൈ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഈ 3 ടെക്നിക്ക്, ഒന്ന് റിപ്പീറ്റിംഗ്, മറ്റൊന്ന് റിലേറ്റിംഗ്, മൂന്നാമത്തെ റിവേഴ്സ്, ഈ 3 പോയിൻറ്റും നിങ്ങൾ ആശയവിനിമയ സമയത്ത് ഉപയോഗിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നന്നായി തന്നെ ആശയങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.